അവാർഡ് നമുക്ക് മാത്രമല്ല ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഷഹനാസ് ജലാലിന് അവാർഡ് കിട്ടിയതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഗെയിൻ പ്രമേഹത്തിന് തന്നെയാണ്. വൈക്കം വിജയലക്ഷ്മിക്കുണ്ട്, ഫസിൽ മുഹമ്മദിനുണ്ട്. ഇവരെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒപ്പം നോമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും അറിഞ്ഞത്. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും നോമിനേഷൻ ലെവൽ വരെയൊക്കെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. അത് മമ്മൂക്കയുടെ ഒപ്പൊക്കെയാണ് പരിഹരിച്ചത്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ ഉറപ്പായിട്ടും അത് ആ, സംസ്ഥാന അവാർഡിന്റെ സമയത്തും ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് അദ്ദേഹത്തിനോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു. എഗെയിൻ നോമിനേഷനിലേക്ക് വരുന്നു എന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. സമയമുണ്ട്. രണ്ട് സിനിമകൾക്കും പ്രമേഹത്തിനാണെങ്കിലും ഈ കിഷ്കിന്ധയ്ക്കാണെങ്കിലും സിനിമയ്ക്കുള്ളിൽ തന്നെ വേറൊരു പ്ലേ നടന്ന് കളിക്കുന്ന ഒരു സിനിമകളായിരുന്നു രണ്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അതായിരുന്നു അതിന്റെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതയും. അതെ, മലയാള സിനിമയ്ക്ക് ഇപ്പൊ 2024 പേഴ്സണലി എനിക്കും ഒരുപാട് നല്ല വർഷമായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. മലയാളത്തിൽ ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ കാറ്റഗറിയിലും മലയാള സിനിമകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് മഞ്ഞുമൽ ബോയ്സിനായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് നമുക്ക് സ്റ്റേറ്റ് അവാർഡിന് ഒരുപാട് നോമിനേഷൻസ് വന്നിരുന്നതാണ്. നാഷണൽ അവാർഡ് ലെവലിലേക്ക് അത് വരാത്തതിൻ്റെ അകത്ത് ഒരു ചെറിയ സങ്കടമുണ്ട്. ചിദംബരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാനും. മമ്മൂട്ടിയുടെ പിൻഗാമിയായിട്ട് ആസിഫ് അലി വരുന്നോ എന്നുള്ളത് അല്ല, അങ്ങനെ കൂടെ പറയാലോ അല്ലെ? അതെനിക്കല്ല അറിയില്ല. എന്തായാലും അദ്ദേഹത്തിനൊപ്പം നോമിനേഷനിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോ രണ്ടാമത്തെ ഗായികക്കാണ് അടുപ്പിച്ച് മലയാളത്തിന്റെ ഒരു പുരസ്കാരം വരുന്നത്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി രണ്ടാമത് വൈക്കം വിജയലക്ഷ്മിക്ക് വന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഗായിക, ചെറിയ പദവി അല്ല. അതെ, അതാ നമുക്ക് ആ ഏറമില്ല പാട്ട് കേട്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ആ പാട്ട് എത്രത്തോളം ഇന്റൻസ് ആണെന്നുള്ളത്. അത് ജയരാജ് സാർ മെൻഷൻ ചെയ്യുന്ന സമയത്തും ആ പാട്ടിനെ കുറിച്ച് എടുത്തും അതിന്റെ ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യമായിട്ട് ഉച്ച മുതൽ. ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു അറിഞ്ഞപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ വന്ന ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നോമിനേഷൻ ലെവലിൽ വരെ എത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെ. ഓക്കെ, താങ്ക് യു.